വളരെയധികം വിചിത്രമായ ഒരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി. അതുപോലെ തന്നെ ഈ ഭൂമിയിലെ എല്ലാ ജീവികളും വളരെയധികം വ്യത്യസ്തവുമാണ്. ആകാരത്തിലും നിറത്തിലും പെരുമാറ്റത്തിലും ജീവിത ശൈലിയിലുമെല്ലാം തന്നെ ഭൂമിയിലെ എല്ലാ ജീവികളും വ്യത്യസ്തത പുലർത്തുന്നു. ഇങ്ങനെയുള്ള പല ജീവികളെയും തിരിച്ചറിയാൻ വേണ്ടി അവയെ കാണണമെന്ന് പോലും നിർബന്ധമില്ല. ഈ അവസരത്തിൽ ജീവികളെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഉപാധിയാണ് അവയുടെ ശബ്ദങ്ങൾ. പല ജീവികൾക്കും പലതരത്തിലുള്ള ശബ്ദങ്ങളാണുള്ളത്. ഇവയിൽ തന്നെ നട്ടലുള്ള ജീവികൾക്ക് മാത്രമേ വായിലൂടെ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ. ഇങ്ങനെ ഉണ്ടാക്കുന്ന ശബ്ദങ്ങളിൽ പലതും അവയുടെ ശരീരവുമായി യാതൊരു ബന്ധവും പുലർത്താത്ത തരത്തിലെയാണെന്നാണ് നമുക്ക് തോന്നുക. ഇങ്ങനെയുള്ള വളരെയധികം വ്യത്യസ്തമായ ശബ്ദങ്ങളുള്ള അല്ലെങ്കിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന ജീവികളെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത് എൽക്കുകളാണ്. നോർത്ത് അമേരിക്കയിലും മധ്യേഷ്യയിലും കിഴക്കൻ ഏഷ്യയിലും കാണപ്പെടുന്ന മാൻ കുടുംബത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അംഗമാണിത്. മാനുകൾ ആയതുകൊണ്ട് തന്നെ ഉച്ചത്തിലുള്ള അലാർമിംഗ് കാളും ഡോമിനൻസ് കാളും പതിയെയുള്ള കമ്മ്യൂണിക്കേഷൻ കാളും പോലുള്ള നിരവധി പിച്ചിലെ ശബ്ദങ്ങൾ ഇവയുണ്ടാക്കും. ആട്ടോറിക്ഷയുടെ ശബ്ദം പോലുള്ള ഗ്രൗണ്ട്സും ആടിന്റെ ശബ്ദം പോലുള്ള ബ്ലീറ്റും കൂർക്കം വലി പോലുള്ള സ്നോർട്ടും നായയുടെ കുരയ്ക്ക് സാമ്യമുള്ള ബാർക്കും മിക്കവാറും എല്ലാതരം മാനുകളും ഉണ്ടാക്കുന്ന ശബ്ദങ്ങളാണ്. ഓരോ സ്പീഷീസിനനുസരിച്ച് ശബ്ദത്തിന് വ്യതിയാനങ്ങൾ ഉണ്ടാവാമെങ്കിൽ പോലും ഏറെക്കുറെ സമാനമായ രീതിയിലാണ് എല്ലാ ശബ്ദവും ഉള്ളത്. എന്നാൽ ഇതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായ രീതിയിലുള്ള ഒച്ചയാണ് മെയിൽ എൽക്കുകൾക്കുള്ളത്. ഇതിനെ ബ്യൂഗിൾസ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രധാനമായും ഡോമിനൻസ് കാണിക്കുവാനും ഇണകളെ ആകർഷിക്കുവാനുമാണ് ഇത്തരം ശബ്ദം അവ ഉണ്ടാക്കുന്നത്. ലോ ഫ്രീക്വൻസിയിലുള്ള പതിഞ്ഞ ശബ്ദത്തിൽ തുടങ്ങി ഹൈ പിച്ചിലുള്ള അലർച്ചയിലാണ് ഇത് അവസാനിക്കുന്നത്. ഏകദേശം 90 ഡെസിബൽ പവറിൽ വരെ ഈ ശബ്ദങ്ങൾ ഇവയുണ്ടാക്കും. മറ്റു പ്രതിസന്ധികളൊന്നുമില്ലെങ്കിൽ 3.5 കിലോമീറ്റർ അകലെ നിന്ന് വരെ ഇത് നമുക്ക് കേൾക്കാനാകും. ഈ ശബ്ദം മനുഷ്യന്റെ കേൾവിശക്തി തന്നെ നശിപ്പിക്കാൻ പ്രാപ്തിയുള്ളതാണ്. കൂടാതെ ഇത്തരത്തിലെ ഒരു ശബ്ദം മാനുകളിൽ നിന്നും നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ കഴിയാത്തതുമാണ്. പ്രധാനമായും അസ്തമയത്തിന് ശേഷവും ഉദയത്തിന് മുമ്പുമാണ് ഇവയുടെ ബ്യൂഗിൾ ശബ്ദം കേൾക്കാനാകുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി സമയങ്ങളിൽ ഭയം ഉളവാക്കുവാനും ഈ ശബ്ദങ്ങൾക്കാകും. രണ്ടാമത് ചീറ്റപ്പുലിയുടെ ശബ്ദമാണ്. കരയിലെ ഏറ്റവും വേഗതയേറിയ ജീവിയായ ഇവയെ ഏഷ്യയിലും ആഫ്രിക്കയിലുമാണ് കണ്ടുവരുന്നത്. മാർജാരി കുടുംബത്തിലെ ഏറ്റവും വലിയ 6ാമത്തെ അംഗങ്ങളാണ് ചീറ്റകൾ. ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ 4 അംഗങ്ങളായ കടുവ, സിംഹം, ജാഗ്വാർ, പുലി എന്നിവയുടെ ശബ്ദത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാം. ഇവയുടെ അലർച്ച തന്നെ അവയുടെ ശക്തി മറ്റുള്ളവരെ അറിയിക്കാൻ പ്രാപ്തിയുള്ളവയാണ്. എന്നിരുന്നാൽ കൂടി പൂച്ചയ്ക്ക് സമാനമായ രീതിയിൽ പലതരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ ഇവയ്ക്കാകും. എന്നാൽ ചീറ്റപ്പുലിയാകട്ടെ പൂച്ചകളോട് സാമ്യമുള്ള ശബ്ദങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. അതായത് അവർ ഗർജിക്കാറില്ല. പൂച്ചകളെ പോലെ കരയുകയും മുരളുന്നതിനും ഒപ്പം തന്നെ പക്ഷികളെ പോലെ ചെറുപ്പുന്ന സൗണ്ടും അവർ ഗർജനത്തിന് പകരമായി ഉപയോഗിക്കുന്നു. വലിപ്പം വെച്ച് നോക്കുമ്പോൾ മറ്റുള്ള ബിഗ് ക്യാറ്റുകളെ പോലെ ഇവ ഗർജിക്കുമെന്നാണ് നമുക്ക് തോന്നുക. എന്നാൽ ശരിക്കുമുള്ള ഇവയുടെ ശബ്ദം നമുക്ക് അത്രയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. ഇതിന് പ്രധാനമായ കാരണം ഇവ പാന്തേറ ജെൻസിൽ ഉൾപ്പെടുന്നില്ല എന്നതാണ്. എന്നാൽ പാന്തേറ ജെൻസിലെ തന്നെ സ്നോ ലെപ്പേർഡുകൾക്കും ഗർജിക്കാനാകില്ല എന്നും എടുത്തു പറയേണ്ടതാണ്. അടുത്തത് ലൂൺ എന്ന പക്ഷിയാണ്. നോർത്ത് അമേരിക്കയിലും യുറേഷ്യയിലും കണ്ടുവരുന്ന ഗവീഡ എന്ന കുടുംബത്തിലെ ജീവിച്ചിരിക്കുന്ന 5 സ്പീഷീസുകളെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ലൂൺസ് അല്ലെങ്കിൽ ഡൈവേഴ്സ് എന്ന്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ താറാവുകളെ പോലെയോ അല്ലെങ്കിൽ വാത്തകളെ പോലെ ഇരിക്കുമെങ്കിലും ഇവയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ പെൻഗ്വിനുകളും ആൽബട്രോസുകളുമാണ്. അതുകൊണ്ട് തന്നെ താറാവുകളോട് സമാനമായ ശബ്ദങ്ങളാകും നമ്മൾ ഇവയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നമ്മൾ ചിന്തിക്കാത്ത തരത്തിലെ ഭയാനകമായ ശബ്ദങ്ങളാണ് ഇവ പുറപ്പെടുവിക്കുന്നത് എന്നതാണ് സത്യം. പലപ്പോഴും അല്ലെങ്കിൽ തന്റെ അതിർത്തിയെ നിർണ്ണയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിർത്തി കാക്കാൻ വേണ്ടിയും മറ്റുള്ള ലൂണുകൾക്ക് ഒരു വാണിംഗ് നൽകാൻ വേണ്ടിയുമാണ് ആൺ ലൂണുകൾ വളരെ ഹൈ പിച്ചിലുള്ള നമ്മൾ സിനിമയിൽ കേട്ട് ശീലിച്ച ഒരു പ്രത്യേകതരം ഭയാനക ശബ്ദം ഉണ്ടാക്കുന്നത്. ഈ ശബ്ദത്തെയാണ് വെയിൽ എന്നറിയപ്പെടുന്നത്. ഇതിനു പുറമെ യോഡൽ എന്ന മറ്റൊരു തരം ശബ്ദവും ഇവ പുറപ്പെടുവിക്കാറുണ്ട്. അതും സമാനമായ രീതിയിൽ നമ്മളിൽ ഭയം ഉളവാക്കുന്നതാണ്.
സിനിമകളിലും മറ്റും കേട്ടതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ശബ്ദങ്ങളെല്ലാം ഭയാനകമായി തോന്നുന്നത്. എന്നാൽ വ്യത്യസ്തമായ ലൂണിന്റെ ശബ്ദം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ട്രെമല്ല എന്നൊരു മറ്റൊരു ശബ്ദവും ഇവ പുറപ്പെടുവിക്കാറുണ്ട്. ഇത് നമ്മൾ ഹൊറർ സിനിമകളിൽ മറ്റും കേട്ട് പരിചയമുള്ളത് തന്നെയാണ്. സമാനമായി കൂട്ടെന്ന ഒരു ശബ്ദവും ഇവ പുറപ്പെടുവിക്കാറുണ്ട്. മൊത്തത്തിൽ ഈ പക്ഷിയെ നമ്മൾ പ്രേത സിനിമകളിലെ സൗണ്ട് എഫക്റ്റിനായി മാത്രം മാറ്റി വെച്ചിരിക്കുകയാണെന്ന് തോന്നിപ്പോകും. അടുത്തത് വൈറ്റ് ബെൽ ബേർഡ് ആണ്. സൗത്ത് അമേരിക്കയുടെ വടക്ക് ഭാഗത്തെ ബ്രസീൽ, ഗുയാന, ഫ്രഞ്ച് ഗിയാന, സൂറിനാം എന്നിങ്ങനെ കുറച്ച് രാജ്യങ്ങളിലാണ് ഇവയെ കാണാൻ കഴിയുന്നത്. പേര് പോലെ തന്നെ ബെല്ലിനോട് സമാനമായ ശബ്ദമാണ് ഇവ പുറപ്പെടുവിക്കുന്നത്. നമുക്ക് ഇതൊരു പക്ഷിയുടെ ശബ്ദമാണെന്ന് പോലും വിശ്വസിക്കാൻ കഴിയാത്തത്ര മെക്കാനിക്കൽ ആയിട്ടുള്ള വോയിസ് ആണ് ഇവയുടേത്. ഇതിനു പുറമെ പക്ഷികളിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഒച്ചയിലാണ് ഇവ ശബ്ദം ഉണ്ടാക്കുന്നത്. മുൻപ് പറഞ്ഞ എൽക്കിന് 90 ഡെസിബിലുള്ള ഒച്ചയാണെങ്കിൽ വൈറ്റ് ബെൽ ബേർഡിന് ഇത് 125 ഡെസിബിൾ ആണ്. അതായത് ഒരു ആംബുലൻസിന്റെ സൈറന്റെ ഒച്ചയോളം വരും ഇത്. അതും വെറും 30 സെന്റിമീറ്ററിനുള്ളിൽ വലിപ്പവും 250 ഗ്രാമിൽ താഴെ ഭാരവുമുള്ള ഒരു കൊച്ചു പക്ഷിയിൽ നിന്നും. വലിയ ഒച്ചയാണെങ്കിലും 1.5 കിലോമീറ്ററിനുള്ളിൽ മാത്രമേ ഇത് കേൾക്കാനാകൂ. അടുത്തത് സ്മോക്കി ജംഗിൾ ഫ്രോഗ് എന്ന ഒരിനം തവളയാണ്. ബൊളീവിയ, ബ്രസീൽ, കൊളംബിയ, ഇക്വഡർ തുടങ്ങിയ 9ഓളം സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ 4ാമത്തെ തവളയാണിത്. അതുകൊണ്ട് തന്നെ ഇവയുടെ ശബ്ദവും മറ്റുള്ള തവളകളെ പോലെ തന്നെ എന്നാൽ കുറച്ചുകൂടി റഫ് ആയിരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ യാഥാർത്ഥ്യം വളരെയധികം വ്യത്യസ്തമാണ്. അപകട സമയങ്ങളിൽ ഇവയുണ്ടാക്കുന്ന ശബ്ദം പൂച്ചകളോട് വളരെയധികം സാമ്യമുള്ളതാണ്. കണ്ണടച്ചു കേട്ടാൽ പൂച്ചയുടെ ശബ്ദമാണെന്ന് മാത്രമേ നമുക്ക് വിശ്വസിക്കാനാവുകയുള്ളൂ. അടുത്തത് ജിറാഫിന്റെ സൗണ്ടാണ്. നമുക്ക് വളരെയധികം സുപരിചിതമായ ഒരു ജീവിയാണ് ജിറാഫ്. എങ്കിൽ പോലും അതിന്റെ ശബ്ദം ഇന്നേ വരെ അധികമാരും കേട്ടിരിക്കത്തില്ല എന്നതാണ് സത്യം. മാനുകളോട് വളരെയധികം ബന്ധമില്ലെങ്കിൽ പോലും അവയോട് സാമ്യമായ ഉച്ചയാകും ഇവയ്ക്കുള്ളതെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ അത് കുറച്ചൊക്കെ ശരിയുമാണ്. കാലങ്ങളായി ശാസ്ത്രലോകം വിശ്വസിച്ചിരുന്നത് ജിറാഫുകൾക്ക് ശബ്ദമുണ്ടാക്കാൻ കഴിയില്ല എന്നാണ്. പിന്നീട് മനുഷ്യന് കേൾക്കാൻ കഴിയാത്ത ഇൻഫ്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചാകും ഇവ ആശയവിനിമയം നടത്തുന്നത് നമ്മൾ കരുതി. എന്നാൽ തുടർന്ന് നടന്ന പഠനങ്ങളിലാണ് വളരെ അപൂർവ സമയങ്ങളിൽ മാത്രം ഇവ ഇത്തരത്തിൽ കുറച്ച് ഉച്ചകൾ ഉണ്ടാക്കുന്നു എന്ന് കണ്ടെത്തിയത്. അടുത്തത് ലയർ ബേർഡ് ആണ്. ജന്തുലോകത്ത് തന്നെ ഏറ്റവും വ്യത്യസ്തമായ ശബ്ദങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു പക്ഷിയാണ് ലയർ ബേർഡ്. ഏകദേശം 20ഓളം സ്പീഷീസിലുള്ള മറ്റു പക്ഷികളുടെ ശബ്ദങ്ങൾ അനുകരിക്കാൻ ഇവയ്ക്കാകും. കൂടാതെ മറ്റു മൃഗങ്ങളുടെയും പലതരത്തിലുള്ള മനുഷ്യനിർമ്മിത വസ്തുക്കളുടെയും ശബ്ദങ്ങൾ ഇവയ്ക്ക് നിഷ്പ്രയാസവും വളരെ പെർഫെക്ഷനോടെയും നിർമ്മിക്കാനാകുമെന്നതാണ് സത്യം. ഇതിൽ ക്യാമറയുടെ ഷട്ടർ സൗണ്ടും ചെയിൻസോയുടെ സൗണ്ടും വാഹനങ്ങളുടെ സൗണ്ടും പോലുമുണ്ട്. എന്നിരുന്നാൽ കൂടി ഇവയുടെ സ്വന്തം ശബ്ദം അധികമാരും കേട്ട് കാണത്തില്ല. ഒരു പക്ഷെ അങ്ങനെ കേട്ടാൽ പോലും അത് അവയുടെ ശബ്ദമാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയില്ല എന്നതാണ് കൗതുകരമായ ഒരു കാര്യം. ടെറിട്ടറിയൽ കാൾ, മേറ്റിംഗ് കാൾ, അലാം കാൾ എന്നീ തരം ശബ്ദങ്ങൾ മറ്റുള്ള പക്ഷികളെ പോലെ തന്നെ പൊതുവായി ഇവ ഉണ്ടാക്കാറുണ്ട്. ഇതിൽ അനുകരണങ്ങളെല്ലാം വരുന്നത് മേറ്റിംഗ് സമയത്തുള്ള കാളുകളിലാണ്. മെയിൽസിന്റെ മേറ്റിംഗ് ഡാൻസിനൊപ്പമാണ് ഇത്തരം ശബ്ദവും അവ അനുകരിക്കുന്നത്. എന്നിരുന്നാൽ കൂടി ഇണകളെ ആകർഷിക്കുവാനും ഇത്തരം ശബ്ദങ്ങൾ അവർ ഉണ്ടാക്കാറുണ്ട്. അവസാനമായി നമ്മുടെ ലിസ്റ്റിലുള്ളത് മനുഷ്യരാണ്. കേൾക്കുമ്പോൾ കുറച്ച് കൗതുകം ഉണ്ടാകുമെങ്കിലും ഭൂമിയിൽ ഏറ്റവും അധികം വ്യത്യസ്തമായ സൗണ്ടുകൾ നിർമ്മിക്കാൻ കഴിയുന്ന ജീവിയാണ് മനുഷ്യർ. ഓരോ ഭാഷ അനുസരിച്ചും ഓരോ വ്യക്തികൾ അനുസരിച്ചും ഇതിൽ വ്യതിയാനങ്ങൾ വരാം. എന്നിരുന്നാൽ കൂടി പൊതുവായി ഒരു മനുഷ്യന് 100ലധികം വ്യത്യസ്തമായ ശബ്ദങ്ങൾ നിർമ്മിക്കാനാകുമെന്നതാണ് സത്യം. പല മിമിക്രി കലാകാരന്മാരും മറ്റുള്ള മനുഷ്യരുടെയും മറ്റു ജീവികളുടെയും ശബ്ദങ്ങൾ അനുകരിക്കുന്നുണ്ടെങ്കിൽ പോലും അവയിൽ മനുഷ്യരുടെ ശബ്ദം മാത്രമാണ് പെർഫെക്റ്റ് ആകുന്നുള്ളൂ, അല്ലെങ്കിൽ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നുള്ളൂ എന്നതാണ് സത്യം. പൂച്ചയുടെയും പട്ടിയുടെയും ശബ്ദങ്ങൾ നമ്മൾ അനുകരിക്കുന്നുണ്ടെങ്കിൽ പോലും അവയെല്ലാം തന്നെ ആ ജീവികളുടെ ശബ്ദത്തോട് സാമ്യത മാത്രമേ പുലർത്തുന്നുള്ളൂ. അതേ സ്പീഷീസിലെ തന്നെ ജീവികളെ കബളിപ്പിക്കാനാകുമെങ്കിൽ പോലും ആ ജീവികൾക്കെല്ലാം തന്നെ അവയുടെ ശബ്ദമല്ല ഇതെന്ന് തിരിച്ചറിയാൻ കഴിയുമെന്നതാണ് സത്യം. എന്നിരുന്നാൽ കൂടി വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ശബ്ദങ്ങൾ നിർമ്മിക്കാൻ മനുഷ്യർക്കാകും. മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ
മറ്റുള്ള ആൾക്കുരങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ശരീരത്തിന് യോജിക്കാത്ത ശബ്ദമാണ് മനുഷ്യർക്ക് ഉള്ളതെന്ന് പറയാം.